ചേകന്നൂർ വധക്കേസിൽ വി ഹംസയ്ക്ക് ഇരട്ട ജീവപര്യന്തം കഠിന തടവും 1,00,000 രൂപ പിഴയും വിധിച്ച് എറണാകുളം CBI പ്രത്യേക കോടതി ജഡ്ജി എസ്. വിജയകുമാർ 2010 പുറപ്പെടുവിച്ച വിധിന്യായത്തിൻ്റെ സംക്ഷിപ്ത രൂപം. ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയത്. മൗലവി ചേകന്നൂർ എന്ന ഖുർആൻ പണ്ഡിതൻ തൻ്റെ ജീവിതം തന്നെ ഖുർആൻ പ്രചാരണത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച വ്യക്തിയായിരുന്നു. അനന്തരാവകാശമായി കിട്ടിയ 4 ഏക്കറോളം വരുന്ന സ്ഥലവും മറ്റു സമ്പാദ്യങ്ങളുമൊക്കെ അദ്ദേഹം പ്രസ്ഥാന പ്രവർത്തനത്തിനു വേണ്ടി ചെലവഴിച്ചതായി കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. സ്വന്തമായി ഒരു പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ടാക്കുവാനും അതിൽ താൻ രചിച്ച പുസ്തകങ്ങൾ അച്ചടിക്കുവാനും നിരീക്ഷണം, അൽ ബുർഹാൻ തുടങ്ങിയ മാസികകൾ നടത്തുവാനും ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന സംഘടന ഉണ്ടാക്കുവാനും തൻ്റെ മുഴുവൻ സമയവും സമ്പത്തും വിനിയോഗിച്ച മഹാപ്രതിഭാശാലിയും തത്വചിന്തകനുമായിരുന്നു മൗലവി ചേകന്നൂർ. തട്ടിക്കൊണ്ടുപോകപ്പെടുന്ന ദിവസം 1993 ജൂലൈ 29 രാത്രി 8:30 9 ഇടയിൽ മൗലവി വി ഹംസയോടും 1-ാം പ്രതി, മുഹമ്മദ് ബഷീർ മംഗലശ്ശേരിയോടും 4-ാം പ്രതി ഒപ്പം ജീപ്പിലേക്ക് കയറുമ്പോൾ തൻ്റെ പ്രസ്സിലെ ജീവനക്കാരനായിരുന്ന ജബ്ബാറിനോട് നാളെ കാളികാവിൽ യോഗസ്ഥലത്ത് പുസ്തകങ്ങളും നോട്ടീസുമായി എത്തണം എന്ന നിർദ്ദേശത്തോടെയാണ് പോയത്. ഇതിൽ നിന്ന് മൗലവിയുടെ പ്രസ്ഥാന പ്രവർത്തനത്തിലുള്ള ഊർജ്ജസ്വലതയും വ്യക്തിത്വവും പദ്ധതികളും വ്യക്തമാകുന്നുണ്ട്. തിരൂരിലും കോഴിക്കോട്ടും മറ്റുമായി ധാരാളം ഖുർആൻ ക്ലാസുകളും ചർച്ചകളും വാദപ്രതിവാദങ്ങളും ജുമുഅയും നടത്തുക മൂലം വളരെ തിരക്കുപിടിച്ച ജീവിതമായിരുന്നു മൗലവി ചേകന്നൂരിൻ്റേത് എന്ന് കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. മാത്രമല്ല, മഞ്ചേരിയിലും കോഴിക്കോട് ടൗൺ ഹാളിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ യാഥാസ്ഥിതികരായ മുസ്ലിങ്ങൾ കുടയും വടിയുമൊക്കെ എടുത്ത് എറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വിഘ്നം വരുത്താൻ ശ്രമിച്ചു. എന്നാൽ അത്തരം ഭീഷണികൾ വകവയ്ക്കാതെ പോലീസ് സഹായത്തോടെ അദ്ദേഹം തൻ്റെ ആശയപ്രചാരണം തുടരുമായിരുന്നു. ഇതെല്ലാം പ്രതിഫലിപ്പിക്കുന്നത് മൗലവി ചേകന്നൂർ തൻ്റെ പ്രസ്ഥാന പ്രവർത്തനവും മറ്റുമായി വളരെ തിരക്കിലായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള മഹാവ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം വലിച്ചെറിഞ്ഞ് ഒളിവിൽ പോവുകയോ കടം കൊണ്ട് മുങ്ങുകയോ ആത്മഹത്യ ചെയ്യുകയോ ഇല്ല. മൗലവി ജീവിച്ചിരുന്നുവെങ്കിൽ 30/7/93 കാളികാവിലെ പരിപാടിക്ക് തീർച്ചയായും എത്തിപ്പെടുമായിരുന്നു. മാത്രമല്ല, ഒരു നിയോഗമെന്നോണം ഏറ്റെടുത്ത തൻ്റെ പ്രസ്ഥാന പ്രവർത്തന രംഗത്തേക്കും പൊതുജീവിതത്തിലേക്കും അദ്ദേഹം തിരിച്ചു വരുമായിരുന്നു. അതുകൊണ്ട് മൗലവി വധിക്കപ്പെട്ടു എന്ന നിഗമനത്തിൽ തന്നെ എത്താം. മജ്ജയും മാംസവുമുള്ള മൗലവിയെപ്പോലെയുള്ള ഒരു വലിയ മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അന്തരീക്ഷത്തിൽ ലയിക്കുകയോ മാജിക്കിൽ എന്നോണം ആകാശത്തേക്ക് അപ്രത്യക്ഷമാവുകയോ ചെയ്യില്ല. അന്നു രാത്രി മൗലവിയെ ഖുർആൻ ക്ലാസ്സിനെന്ന വ്യാജേന തട്ടിക്കൊണ്ടുപോകാൻ വന്നവരുടെ ഉദ്ദേശ്യം ഖുർആൻ പഠനമായിരുന്നില്ല, മൗലവിയെ വധിക്കുക എന്നതു തന്നെയായിരുന്നു. മൗലവിയെ തട്ടിക്കൊണ്ടുപോയ വി ഹംസ എന്ന ഹംസ സഖാഫി മൗലവി ചേകന്നൂരിൻ്റെ അനുഭാവിയേ ആയിരുന്നില്ല. കേരള മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗവും സുന്നികളാണ്. അതിൽ തന്നെ ഭൂരിപക്ഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സുന്നി ഗ്രൂപ്പിനാണ്. മൗലവി ചേകന്നൂരിനെ വധിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് കാന്തപുരത്തിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട സുന്നികൾ വിശ്വസിച്ചു. മൗലവി ചേകന്നൂരിനെ അടിച്ചു കൊന്നാൽ പോരാ, മൂർഖൻ പാമ്പിനെ കൊല്ലുന്നത് പോലെ ഒറ്റയടിക്ക് കൊല്ലണം എന്നാണ് ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ ലഘുലേഖയിൽ പറഞ്ഞത്. മൗലവിയെ കൊന്നാൽ ഷഹീദിൻ്റെ കൂലിയുണ്ടെന്ന് കാന്തപുരം സുന്നികൾ വിശ്വസിച്ചപ്പോൾ മറ്റൊരു വിഭാഗം കൊല്ലുന്ന രീതിയെക്കുറിച്ചാണ് പ്രചരിപ്പിച്ചത്. മൗലവിയുടേത് ഒരു സ്വാഭാവിക മരണമായിരുന്നുവെങ്കിൽ മൃതശരീരമെങ്കിലും കിട്ടുമായിരുന്നു. തട്ടിക്കൊണ്ടുപോകപ്പെട്ട മൗലവി പൂർണ്ണമായും പ്രതികളുടെ കസ്റ്റഡിയിലായിരുന്നു. പിന്നീട് പ്രതികളുടെ കയ്യിൽ നിന്ന് മൗലവി രക്ഷപ്പെട്ടു എന്ന് അനുമാനിക്കാൻ കോടതിക്ക് ഒരു പഴുതും കാണുന്നില്ല. അതുകൊണ്ട് മൗലവിയെ തട്ടിക്കൊണ്ടുപോയവർ പിന്നീട് അവരോടൊപ്പം ചേർന്ന ഒരു സംഘവും കൂടി അന്നു തന്നെ വാഹനത്തിൽ വെച്ച് മൗലവിയെ വധിച്ചിരിക്കാനാണ് സാധ്യത. അതായത്
29/7/1993 രാത്രി തന്നെ മൗലവി വധിക്കപ്പെട്ടു. എന്നുവെച്ചാൽ 30/7/1993 വെള്ളിയാഴ്ച രാവിലെ മൗലവി ജീവിച്ചിരുന്നില്ല എന്നർത്ഥം. മൗലവി ചേകന്നൂർ എന്ന തത്വചിന്തകൻ്റെ ഖുർആനിക ആശയങ്ങളെ വാദപ്രതിവാദത്തിലൂടെയോ ചർച്ചയിലൂടെയോ തോൽപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം മൗലവിയെ ശാരീരികമായി ഇല്ലാതാക്കുകയാണ് എന്ന് തട്ടിക്കൊണ്ടുപോയവരും അവരുടെ പിറകിലുള്ള സംഘവും കരുതി. അതുവഴി മൗലവിയുടെ തത്വശാസ്ത്രത്തെ എന്നേക്കുമായി അവസാനിപ്പിക്കാമെന്നും അവർ കരുതി. വളരെ സമർത്ഥരും കുബുദ്ധികളുമായ ചില കുറ്റവാളികൾ നിയമത്തേക്കാൾ വലിയ ബുദ്ധിയും സാമർഥ്യവും കാട്ടാറുണ്ട്. അതിലൊന്നാണ് തെളിവുകൾ ഒരു തരിമ്പ് പോലും ബാക്കി വെക്കാതെ പറ്റയെ നശിപ്പിച്ചു കളയുക എന്നത്. ആ രീതിയിൽ മൃതദേഹം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തെളിവന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ വധിക്കപ്പെട്ടു എന്ന സാഹചര്യം കൊണ്ട് തെളിഞ്ഞുകഴിഞ്ഞാൽ പ്രതികൾ ശിക്ഷാർഹരാണ്. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ചില സുപ്രധാന കോടതി വിധികളുണ്ട്. തെളിവുകളുടെ ആധിക്യമല്ല, ഉള്ള തെളിവുകളുടെ കൃത്യതയും സത്യസന്ധതയുമാണ് കാര്യം. ഒന്നാം പ്രതി വി ഹംസയും നാലാം പ്രതി മുഹമ്മദ് ബഷീർ മംഗലശ്ശേരിയും ചേർന്ന് മൗലവി ചേകന്നൂരിനെ ഖുർആൻ ക്ലാസ്സിനെന്ന വ്യാജേന 29/7/93 രാത്രി 9 മണിക്ക് തട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് മൗലവിയുടെ ഭാര്യയും മൂന്നാം സാക്ഷി, പ്രസ്സിലെ ജീവനക്കാരനായ ജബ്ബാറും 21ാം സാക്ഷി മാത്രമാണ് അവിടെയുണ്ടായിരുന്നത്. അതിൽ പിന്നെ മൗലവിയെ ആരും കാണുകയോ മൗലവിയെക്കുറിച്ച് ഒന്നും കേൾക്കുകയോ ചെയ്തിട്ടില്ല. മൗലവിയെ അവസാനമായി ഭാര്യ കാണുന്നത് ഖുർആൻ ക്ലാസ്സിനെന്ന വ്യാജേന തട്ടിക്കൊണ്ടുപോകാൻ വന്ന വി ഹംസയോടും ബഷീറിനോടും ഒപ്പമാണ്. അതിൽ വി ഹംസയെ മൗലവിയുടെ ഭാര്യ ഹവ്വ ഉമ്മയും ജബ്ബാറും തിരിച്ചറിഞ്ഞു. എന്നാൽ നാലാം പ്രതിയുടെ കാര്യത്തിൽ CBI രേഖപ്പെടുത്തിയതുപോലെ അത് മംഗലശ്ശേരി ബഷീറാണെന്ന് കോടതിക്ക് ബോധ്യം വന്നിട്ടില്ല. അങ്ങനെ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി കോടതി ബഷീറിനെയും മറ്റു പ്രതികളെയും കുറ്റവിമുക്തരാക്കുന്നു. അവസാനമായി ഒന്നിച്ചു കണ്ടു എന്ന തത്വപ്രകാരം 1993 ജൂലൈ 29 രാത്രി 8:30 മണിക്കും 9 മണിക്കും ഇടയിലായി മൗലവിയുടെ ഭാര്യയും ജബ്ബാറും നോക്കിയിരിക്കെ മൗലവിയെ നീല ജീപ്പിൽ ഖുർആൻ ക്ലാസ്സിനെന്ന വ്യാജേന തട്ടിക്കൊണ്ടുപോയ 1-4 പ്രതികളെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്യുക എന്നതു മാത്രമാണ് ഈ കേസിലുള്ള ഒരേയൊരു തെളിവ്. അതിൽ മൗലവിയുടെ ഭാര്യയായ ഹവ്വ ഉമ്മ 2 പേരെയും വി ഹംസയെയും ബഷീറിനെയും തിരിച്ചറിഞ്ഞു. എന്നാൽ അബ്ദുൽ ജബ്ബാർ ഹംസയെ മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ. മറ്റു പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തതിനോ മൗലവിയെ വധിച്ചതിനോ മൃതദേഹം നശിപ്പിക്കാൻ സഹായിച്ചതിനോ മതിയായ തെളിവില്ല. ഒന്നാം പ്രതി ഹംസ സഖാഫി നാലാം പ്രതിയോടൊപ്പം മൗലവിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് കോടതിക്ക് ദൃഢമായ ബോധ്യം വന്നിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ മൗലവിയെ എന്തു ചെയ്തു എന്ന് ഒന്നാം പ്രതി ഹംസ സഖാഫിയിൽ നിന്ന് തൃപ്തികരമായ വിശദീകരണം കിട്ടാത്തതു കാരണം തട്ടിക്കൊണ്ടുപോകപ്പെട്ട ദിവസം തന്നെ രാത്രി മൗലവി മൃഗീയമായി വധിക്കപ്പെട്ടു എന്നും നിരീക്ഷിക്കാം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സുന്നി ഗ്രൂപ്പിൽപ്പെട്ട ഹംസയ്ക്ക് മൗലവി ചേകന്നൂരിൻ്റെ ആശയങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷവും ശത്രുതയുമാണ് മൗലവിയെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ പ്രേരകമായത്. കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം മതവിഭാഗമായ സുന്നികളിലെ കാന്തപുരം ഗ്രൂപ്പിൽപ്പെട്ട പ്രതിക്ക് മൗലവി ചേകന്നൂരിൻ്റെ ആശയങ്ങളോടുള്ള വെറുപ്പ്, വിദ്വേഷം, ശത്രുത എന്നിങ്ങനെയുള്ള ആയുധങ്ങൾ പ്രതിയുടെ മറ്റ് ആയുധങ്ങളേക്കാൾ മൂർച്ചയുള്ളതും അപകടകരവുമായ ഒന്നാണ്.